പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് കൈ കഴുകി മാറി നിൽക്കാൻ പറ്റുന്നത്? ഇപ്പം ഇവിടെ ശബരിമലയിൽ അയ്യപ്പൻ്റെ സ്വർണം കണ്ടപ്പോൾ അതിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ കള്ളക്കളികൾ മുഴുവൻ നടന്നത് എന്നായിരുന്നു മാധ്യമങ്ങൾ, ഇതര രാഷ്ട്രീയ പാർട്ടികൾ, അതിനു വേണ്ടി സംസാരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ പ്രധാനമന്ത്രിയുടെ ഓഫീസും കൂടി അറിഞ്ഞിട്ടാണ് അയോധ്യയിൽ രാമന് ലഭിച്ച സംഭാവന, സ്വർണവും വെള്ളി അടക്കം കുറേയധികം ആളുകൾ കട്ടുകൊണ്ടുപോയത് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല പലർക്കും. യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും അദ്ദേഹത്തിൻ്റെ മൗനത്തെയും നമ്മൾ ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണല്ലോ. ശരിയാണ്. പിണറായി വിജയനെ അങ്ങനെ വ്യാഖ്യാനിക്കാമെങ്കിൽ, എന്നുവെച്ചാൽ പിണറായിയാണ് കള്ളൻ, അയാളാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടത് എന്ന് കേരളത്തിലെ സംഘികൾക്കൊരു നാണമില്ലാതെ പറയാനായിട്ട് പറ്റുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് നരേന്ദ്രമോദിയെക്കുറിച്ചും അങ്ങനെ പറഞ്ഞുകൂടാ? കാരണം യുക്തികളെല്ലാം ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ റീസൺ എന്ന് പറയാൻ തന്നെ കാരണം. അല്ലെങ്കിൽ തന്നെ യാതൊരു പ്രസക്തിയില്ല. യുക്തി ഭംഗമാണ് പലപ്പോഴും രാഷ്ട്രീയ രംഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഒന്നും കൂടി ചിന്തിച്ച് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പിണറായി വിജയനെ നല്ല രീതിയിൽ വെറുപ്പുന്ന അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന കഥാപാത്രമാക്കി വളർത്തിയെടുക്കുന്നതിൽ കേരളത്തിലെ മാധ്യമങ്ങൾ വൻപിച്ച തോതിൽ വിജയിച്ചു. അതിന് പിണറായി വിജയൻ്റെ പങ്കുകൂടിയുണ്ട് എന്ന് കരുതിക്കോളൂ. കാരണം കടക്കുപുറത്ത് എന്ന് പ്രയോഗം, പരനാറി പ്രയോഗം, അങ്ങനെ ഒരുപാട് വാക്പ്രയോഗങ്ങളിലൂടെ തന്നെ പിണറായി അനിഷ്ടമുള്ള ഒരു കഥാപാത്രമായിട്ട് മാറുകയും വെറുക്കപ്പെട്ടവനായിട്ട് മാറിത്തീരുകയും ചെയ്യും. അപ്പോൾ പിണറായിയാണ് അയ്യപ്പൻ്റെ സ്വർണം കട്ടത് എന്ന് പറഞ്ഞാൽ അത് ആഘോഷിക്കാനും അങ്ങനെ ചിന്തിക്കാനും പ്രചരിപ്പിക്കാനും ആഹ്ലാദം കാണുന്നവരായി കോൺഗ്രസ്സുകാരും അതേപോലെ തന്നെ മുസ്ലിം ലീഗുകാരും, അവനൊരു കാര്യമില്ല അയ്യപ്പൻ്റെ കാര്യത്തിൽ, അവനും അതേപോലെ തന്നെ സംഘപരിവാറുമൊക്കെ തയ്യാറായതിൻ്റെ ഫലമായിട്ടാണ് അവിടെ കേരളത്തിൽ അങ്ങനത്തെ ഒരു ചിന്ത കാര്യമായ രീതിയിൽ എന്ത് ചെയ്തു, ജനങ്ങളുടെ ഇടയിൽ പരന്നു. അങ്ങനെയാണ് കേരളത്തിൽ CPM തോക്കുന്നതിന് ആവശ്യമായ 1-ാം അധ്യായം എഴുതുന്നത്. കാരണം സ്വർണം കെട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ എന്ന് ഉള്ള പാട്ട് തന്നെ ഹരം പിടിച്ച് കേരളം പാടിയതാണ്. അപ്പോൾ അവിടെ പിണറായി ആയിരുന്നു പ്രതി എന്ന് പറയും. കാരണം പിണറായിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം അല്ലെങ്കിൽ കേരളീയരുടെ മുഴുവൻ അഭിമാനമായിട്ടുള്ള ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത്. അവിടുത്തെ സ്വർണം ഒട്ടിച്ചാൽ ആളുകളാരും അടങ്ങിയിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവർ പിണറായി വിജയനെ അവർക്ക് ഇട്ടുകൊടുത്താൽ അവർ കീറിപ്പറിച്ച് കത്തിച്ച് കളയുമായിരുന്നു. അങ്ങനത്തെ ഒരു വികാരമാണ് കേരളത്തിലെ ആളുകൾക്കുണ്ടായിരുന്നത്. ഇതിന് സമാനമായ വികാരം തന്നെയാണ് ആർക്കെതിരെ ഉണ്ടാകേണ്ടത്? നരേന്ദ്രമോദിക്ക് ഉണ്ടാകേണ്ടത്. കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിനെ രാമൻ്റെ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ്. രാമനാണ് മോദി അധികാരത്തിലെത്തിയത്. കാരണം രാമജന്മഭൂമിയുടെ ഒരു വിഷയം അത് കത്തിച്ചാണ് യഥാർത്ഥത്തിൽ BJP അധികാരത്തിൽ വരുന്നത്. രാമജന്മഭൂമി ഇല്ലായിരുന്നെങ്കിൽ BJPക്ക് ഇന്ത്യയിൽ അധികാരത്തിൽ വരാൻ പറ്റില്ലായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട റോള് വഹിച്ചത് അദ്വാനിയായിരുന്നു. ആ അദ്വാനിയെ പക്ഷേ മൂലക്കിരുത്തിയിട്ടാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മാറി. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി മാറി എന്ന് മാത്രമല്ല, അയോധ്യ ക്ഷേത്ര നിർമ്മാണം നടത്തുന്നതിന് ആദ്യം സുപ്രീം കോടതിയെ തന്നെ വരുതിയിലാക്കി ആ ഭൂമി മുഴുവനും യഥാർത്ഥത്തിൽ രാമജന്മഭൂമി ആയി കണക്കാക്കി രാജജന്മഭൂമി ട്രസ്റ്റിൻ്റെ കയ്യിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഒരു ക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പുതിയ ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ആണ് നമ്മുടെ ചമ്പത് റോയ് എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നതായിട്ടുള്ള VHPയുടെ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഉപാധ്യക്ഷൻ. അല്ല, അദ്ദേഹത്തെ ഒന്നും പറയരുത്, അദ്ദേഹം നിസ്വാർത്ഥനാണ്. അദ്ദേഹം ചെയ്യില്ല. പണം കണ്ടു കഴിഞ്ഞാൽ പുള്ളി തിരിഞ്ഞു നോക്കില്ല അല്ലേ. അതുമാത്രമല്ല, അദ്ദേഹം കിടക്കയിൽ കിടക്കാറില്ല, പായലേ കിടക്കാറുള്ളൂ. അങ്ങനെയൊക്കെയുള്ള വളരെ പരമസാധ്വീനായ ഒരാളാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ അങ്ങനെക്കാരനല്ല.
അല്ലേ? അതെ. അദ്ദേഹം വളരെ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ പണം ഉണ്ടാക്കിയ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞ് ഓട്ടോറിക്ഷ ഓടിച്ചാണ് താൻ 50 ലക്ഷം രൂപ ഉണ്ടാക്കിയത്. ഓട്ടോറിക്ഷ ഓടിച്ച്. ഇപ്പോൾ ഇന്ത്യയിൽ മുഴുവൻ ഓട്ടോറിക്ഷ തൊഴിലാളികളെല്ലാം ഇപ്പോൾ അയോധ്യയെ നോക്കി തൊഴുതുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്കും അതേപോലത്തെ ഒരു ഓട്ടോറിക്ഷ കിട്ടിയാൽ നന്നായിരുന്നു. കാരണം അത് ഓടിച്ചാൽ 50 ലക്ഷം കിട്ടുമെന്നാണല്ലോ പറയുന്നത്. വളരെ പാടുപെട്ടാണ് അദ്ദേഹം 50 ലക്ഷം ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ അയോധ്യ ക്ഷേത്ര ട്രസ്റ്റ് രൂപീകരിക്കുന്നതിൽ മേൽനോട്ടം വഹിച്ചിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമുണ്ടല്ലോ. അദ്ദേഹം ഇത്രയും ദിവസമായിട്ട് വാ തുറന്നിട്ടില്ല, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പം ഈ മൗനം അത് അപകടകരമാണ്. താൻ തെറ്റുകാരനാണ് എന്നുള്ള ഭയം മോദിക്കുണ്ടോ? അല്ല, ഈ ട്രസ്റ്റ് രൂപീകരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്നുള്ളതല്ല. ഈ ട്രസ്റ്റ് ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയാണ്. ഈ ട്രസ്റ്റ് ഉണ്ടാക്കുക മാത്രമല്ല, അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയതും നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിക്ക് അതിന് അവകാശമില്ല എന്ന് നമ്മുടെ ശങ്കരാചാര്യന്മാർ പറഞ്ഞാണല്ലോ. അതെ അല്ലേ? അതിനൊന്നും അവകാശമില്ല എന്നാണ് ശങ്കരാചാര്യ മഠത്തിലെ വിമുക്താനന്ദ സരസ്വതി സ്വാമികൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഓഫീസ്, പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് തിരിമറികളും കള്ളപ്പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഈ അയോധ്യയിൽ ഈ ട്രസ്റ്റിന്റെ പലതരത്തിലുള്ള ഇടപാടുകൾ ഓഫീസ് അറിയാതെ ഒന്നും നടക്കാനുള്ള യാതൊരു അല്ല. ഇത് മൊത്തം സംഭവം എന്ന് പറയുന്നത് നരേന്ദ്രമോദി കസ്റ്റഡിയിലാക്കിയതാണ്, അയോധ്യയിലെ എല്ലാ സംഭവങ്ങളും. അപ്പോൾ അയോധ്യ ക്ഷേത്ര നിർമ്മാണം അടക്കം അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ പ്രതിഷ്ഠ അത് പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് പ്രാണപ്രതിഷ്ഠ എന്നുവെച്ചാൽ ആ വിഗ്രഹത്തിലേക്ക് ദൈവികമായിട്ടുള്ള ചൈതന്യം പകരുന്ന പ്രക്രിയയുടെ ഉത്തരവാദിത്വമൊക്കെ ഇയാളാണ് ഏറ്റെടുത്തത്. ഇയാൾക്കൊരു അവകാശമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഇയാൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് രാഷ്ട്രീയമാക്കി മാറ്റി. അങ്ങനെ രാഷ്ട്രീയമാക്കി മാറ്റിയെടുത്തിട്ട് അതിൻ്റെ എല്ലാവിധമായിട്ടുള്ള ഗുണഭോക്താവായിട്ട് മാറിയ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ആളുകളാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ആ വിശ്വസ്തരാണ് ഈ വലിയ കൊള്ള നടത്തിയത്. അപ്പോൾ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചെയർമാനായിരുന്ന ഒരു IAS ഓഫീസറുണ്ട്, നിർവൻ മിശ്ര എന്ന് പറയും. നൃപേന്ദ്ര മിശ്രയാണ്, നിർവനല്ല, നൃപേന്ദ്ര മിശ്ര. ഇപ്പം നൃപേന്ദ്ര മിശ്ര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി അസ്വസ്ഥനാണെന്നാണ് പറഞ്ഞത്. അസ്വസ്ഥനാണെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിസ്റ്റം തകരാറിലായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നൃപേന്ദ്ര മിശ്ര പറയുന്നത്. അയാൾ ഉദ്യോഗസ്ഥനാണ്. പക്ഷെ നമുക്കറിയാം ഈ സിസ്റ്റം, എല്ലാ സിസ്റ്റങ്ങളും ഇങ്ങനെയാണ്. കള്ളന്മാർ കയറിയിരുന്ന് നിരങ്ങി കട്ടുമുടിക്കുന്ന പരിപാടിയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും നടക്കുന്നത്. അപ്പോൾ അത് കേരളത്തിൽ അതിൻ്റെ മുഴുവൻ കുറ്റം പിണറായി വിജയനെ ഏറ്റെടുക്കണം. കാരണം എന്താണ്, പിണറായി കമ്മ്യൂണിസ്റ്റാണ്, ദൈവവിശ്വാസിയല്ല, ഇവരെന്തിനാണ് ഭരിക്കാൻ വന്നതെന്നൊക്കെയാണ് ഇവിടുത്തെ ഈ സംഘപരിവാർ കക്ഷികളൊക്കെ ചോദിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ ഒരിക്കലും ഏൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം അവർ പറഞ്ഞത്. അതായത് വിശ്വാസികൾ കക്കില്ല, വിശ്വാസികൾ മാത്രമേ, അല്ലെങ്കിൽ സഖാക്കൾ മാത്രമേ കക്കുള്ളൂ. അപ്പം അങ്ങനെ എല്ലാം ഇപ്പം മനസ്സിലായല്ലോ. അതായത് സഖാക്കൾക്ക് മാത്രമേ കക്കാൻ അറിയാൻ പാടുള്ളൂ. വിശ്വാസികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും കക്കില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചമ്പത്രായ് എന്ന് പറയുന്നത് വളരെ സ്വാത്വികനാണ്, പണം കണ്ട് കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കുന്നവനാണ്, കട്ടിലിൽ കിടക്കാത്ത ഒരാളാണ്, തറയിൽ കിടക്കുന്ന ആളാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിക്കാനായിട്ട് ഇപ്പോഴും യാതൊരു നാണമില്ല എന്നുള്ളതാണ്. കട്ടും മുടിച്ച് നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒന്നും അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് പാടില്ല, വേറെ ആർക്കും സംസാരിക്കാനും പാടില്ല. എല്ലാം ഇവർ ഇവിടെ വേറെ, ഇപ്പോൾ നമ്മുടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ, ഹിന്ദുക്കൾ മാത്രമല്ല സവർണ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കമ്മിറ്റിയിലെല്ലാവരും, മനസ്സിലായി. വേറെ അവിടെ എന്താണ് ഒരു ദളിതനോ മറ്റോ ഒക്കെ ഇത് കട്ടു എന്ന് പറയാനായിട്ട് ഒരു സ്കോപ്പും ഇല്ല. ക്രിസ്ത്യാനി കെട്ടെന്ന് പറയാൻ പറ്റില്ല, മുസ്ലിം കെട്ടെന്ന് പറയാൻ പറ്റില്ല, കമ്മ്യൂണിസ്റ്റ് കെട്ടെന്ന് പറയാൻ പറ്റില്ല. അവിടെ ഇവരൊന്നും ഇല്ല. അതാണ് പ്രധാനപ്പെട്ട ഗുണം. ചോദ്യം ചെയ്യുന്നവരെ പക്ഷെ സുഡാപ്പികളാണെന്ന് വിളിക്കാൻ പറ്റും. നമ്മളിപ്പോ സുഡാപ്പിവൽക്കരിക്കും. സുഡാപ്പികളിൽ നിന്ന് പൈസ വാങ്ങിയിട്ടാട്ടോ ഇങ്ങനെ സംസാരിക്കുന്നത് അതൊക്കെ പറയാം. അല്ലെ, ഒരുതരം മനോരോഗികളാണ് ഇവരൊക്കെ. അതുകൊണ്ട് സംഭവിക്കുന്ന ദുരന്തമാണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. സഹാക്കളായി കഴിഞ്ഞാലും അതേപോലെ സംഖ്യകളായി കഴിഞ്ഞാലും കൊങ്ങികളായി കഴിഞ്ഞാലും കക്കം കയറിയിരിക്കുന്നവനൊക്കെ കക്കും. അവനെ കള്ളൻ എന്നാണ് വിളിക്കേണ്ടത്. അവന് വേറെ പേര് കൊടുക്കുന്നതിൽ ഒരു കഥയുമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ക്ഷേത്ര ട്രസ്റ്റിലുള്ള ആളുകൾ ഇവിടെ നമ്മളെ ദേവസ്വം ബോർഡുകളിൽ മുഴുവൻ സംഘികളെ സംഘികളല്ല സഖാക്കളെ
തിരികെ കയറ്റുന്നു എന്നായിരുന്നു വിമർശനം മുഴുവൻ. ആരായിരുന്നു ഈ ക്ഷേത്ര ട്രസ്റ്റിൽ മുഴുവനായിട്ട്? സംഘികളായിരുന്നല്ലോ, സംഘപരിവാറിലുള്ള ആളുകളെയായിരുന്നല്ലോ തിരികെ കയറ്റിയത്. അവരാണല്ലോ ഇപ്പൊ ഈ 8 പേര് അറസ്റ്റിലായവർ. അല്ല, ഞാൻ പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉപാധ്യക്ഷനിരിക്കുന്ന ഒരു കമ്മിറ്റി കള്ള കമ്മിറ്റിയും കട്ടുതിന്നുള്ള കൊള്ളക്കൂട്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് വിശ്വാസമാണ് ഇവർക്ക് പുലർത്താനായിട്ട് കഴിയുക? ഇപ്പൊ രാമനെ വിറ്റ് തിന്നാം, അയ്യപ്പനെ വിറ്റ് തിന്നാൻ പാടില്ല എന്ന് മാത്രമേ ഇവർക്ക് അഭിപ്രായമുള്ളൂ. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അഭിപ്രായം എന്താണ്? രാമനായാലും അയ്യപ്പനായാലും ഒന്നും പണമായാലും കട്ടുകൊണ്ട് പോകാൻ പാടില്ല, ജനങ്ങളുടെ കാശാണത്. അല്ല, ഇവിടെ ഇവര് പ്രധാനമന്ത്രിയുടെ ഈ മൗനം, അദ്ദേഹത്തിന്റെ ഒരു മേൽനോട്ടത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള അയോധ്യയുടെ ക്ഷേത്ര ട്രസ്റ്റ്, ആ ക്ഷേത്ര ട്രസ്റ്റിലുണ്ടായിരുന്ന ജീവനക്കാരാണ് ഈ കക്കലും ഈ തിരിമറിയിലൊക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. 8ഓളം പേര് ഇപ്പോൾ. അല്ല, ജീവനക്കാരെ മാത്രം ഇപ്പം അറസ്റ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ജീവനക്കാർ ആരാണ്? ജീവനക്കാർക്ക് ഇതൊക്കെ കക്കാനായിട്ട് 200 കിലോഗ്രാം വെള്ളി കട്ടുകൊണ്ട് പോകാനുള്ള ശേഷിയുള്ള ഏത് ജീവനക്കാരനാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? അസാധ്യമായിട്ടുള്ളൊരു കാര്യമല്ലേ. ഹിറ്റ്ലർ ഇവർ ശരിക്കും യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തിന് ഒപ്പമാണോ? അത് എനിക്ക് തോന്നുന്നില്ല. അല്ല, വിശ്വാസികൾ എന്ന് പറയുന്നവർ എല്ലാവരും വിശ്വാസികളാണോ എന്ന് നമ്മൾ കരുതരുത്. വിശ്വാസികളെന്ന് പറഞ്ഞു നടക്കുന്നതിൽ വളരെയധികം ആളുകൾ കള്ളന്മാരാണ്. കുറച്ച് ആളുകൾ മാത്രമാണ് വിശ്വാസികളായിട്ടുള്ള ആളുകളുള്ളൂ, വിശ്വാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥത്തിൽ. അവരെക്കാളൊക്കെ വിശ്വാസമില്ലാത്ത ആളുകൾ പോലും അവരെക്കാളൊക്കെ സത്യസന്ധരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. ഇപ്പോൾ സത്യസന്ധതയും വിശ്വാസവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യസന്ധരായി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യരുണ്ടാവും. അവർ സത്യസന്ധരായിട്ട് ജീവിക്കും. എന്നാൽ കള്ളന്മാർ, കൊള്ളക്കാർ, അവരൊക്കെ എല്ലായിടങ്ങളിലും അവരെയും കാണാം. അവർ സഹായിക്കാൻ നടക്കരുത്. പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തം അതാണ്. അദ്ദേഹം ഉണ്ടാക്കിയ കമ്മിറ്റി എന്ന് പറയുന്നത് കൊള്ളക്കാരുടെ ഒരു കമ്മിറ്റിയായിരുന്നു. അവർ അസലായിട്ട് കൊള്ള ചെയ്തു. രാമന് വരെയും കൊള്ള ചെയ്യുന്നതിൽ യാതൊരുവിധമായിട്ടുള്ള മടിയില്ലാത്ത, മനസ്സാക്ഷി കുത്തുമില്ലാത്തതായിട്ടുള്ള ആളുകൾ. അവരെ നമ്മളൊരു പ്രത്യേക ഭാഷ ഉപയോഗിച്ച് വിശേഷിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. രാമനോടതൊക്കെ ചോദിച്ചു വാങ്ങുകയായിരിക്കും അവർ ചെയ്യുന്നത്. രാമ, ഞാനിത് കട്ടോട്ടെ, പാവമാണേ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും രാമൻ്റെ പണം മുഴുവൻ ഇവരെന്ത് ചെയ്യുന്ന അടിച്ചെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ, 1200 കോടി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ആളുകൾ, നാട്ടിലുള്ള മുഴുവൻ ആളുകളും കൊണ്ട് ഇതിനകത്ത് ഇങ്ങനെ പണം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും പണം ഇടും. മോദിയുടെ നിർദ്ദേശപ്രകാരമൊക്കെയാണ് ഈ സംഭാവനകളൊന്നും വന്നിട്ടുള്ളത്. വരുന്നു അങ്ങനെയാണ്. അതൊന്ന്. രണ്ടാമതെന്താണ്, ആ ക്ഷേത്രത്തിന് ചുറ്റുപാടുള്ള പ്രദേശങ്ങളിലുള്ള ഭൂമി കച്ചവടം നടന്ന് കോടിക്കണക്കിന് രൂപ മരക്കുടി വെട്ടിച്ചല്ലേ. അത് ഉദ്യോഗസ്ഥരാണ് വെട്ടിക്കും, ജീവനക്കാരാണ്, അത് രാഷ്ട്രീയ നേതാക്കളാണ്. BJP നേതൃത്വം അതിൽ ഉത്തരവാദിത്തം പറയേണ്ടതായിട്ടുള്ള ആളുകളാണ്. അവരൊക്കെ കൂടി കൂട്ടുനിന്നിട്ടാണ് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി കച്ചവടം അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ കാണുന്നത് BJP എന്ന് പറയുന്നത് അവിടെ BJP, ഇവിടെ CPM, അല്ലെങ്കിൽ മറ്റിടത്ത് കോൺഗ്രസ്, അത്രയേ ഉള്ളൂ. ഈ രാഷ്ട്രീയത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കയറിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകളും കള്ളന്മാരാണ്. ആളുകളെ കട്ടുനിന്ന് ജീവിക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. നരേന്ദ്രമോദി ഇതിനകത്ത് വരുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച എന്താണ്? ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങളോട് തുറന്നു പറയേണ്ടത്, രാമനെ ഇവർ കൊള്ളയടിച്ചിരിക്കുന്നു, കൊള്ളയടിച്ചതിന് നമ്മൾ വെറുതെ വിടില്ല. യേശുക്രിസ്തു യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്? ചാട്ടവാറിനെ അവരെ അടിക്കുകയാണ് ചെയ്തത്, അല്ലേ? അതാണ് ചെയ്യേണ്ടത്. നരേന്ദ്രമോദി അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ മണിപ്പൂരിൽ ഇതേപോലത്തെ സംഭവം നമ്മൾ നടന്നത് അറിഞ്ഞൊരു കാര്യമാണ്. മോദിയുടെ വായിൽ നിന്ന് ഒരു പ്രതികരണം അറിയാൻ ആഗ്രഹിക്കുന്നു. ജനം പറയുന്നതും ജനം ആഗ്രഹിക്കുന്നതും എന്താണ് നരേന്ദ്രമോദിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്നാണ്. ഇത് തന്നെയാണ് മണിപ്പൂരിലെ കാര്യത്തിൽ ചോദിച്ചത്. അപ്പോൾ അത് രാഷ്ട്രീയമായിട്ട് ചിത്രീകരിച്ചു. മണിപ്പൂരിൽ നടന്നതെന്താണ്? ഇന്ത്യയിൽ ഒരു കാരണവശാലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നത്. സ്ത്രീകളെ നഗ്നകളാക്കി തോക്കു ചൂണ്ടി നടത്തിയ ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. മണിപ്പൂർ സംഭവത്തിൽ നരേന്ദ്രമോദി ഒന്നും മിണ്ടിയില്ല, മൗനമായിരുന്നു. മൗനവ്രതമെടുത്ത് കുറേ കാലം ഇങ്ങനെ നടന്നു. അതിനുശേഷം മിണ്ടിയിട്ട് എന്തായാലും മിണ്ടേണ്ട സമയം ഇതും ഇങ്ങനെ മൗനമായിരിക്കും. കുറേ കഴിയുമ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ഏറ്റവും വലിയ രാഷ്ട്രീയ തട്ടിപ്പായിട്ട് നരേന്ദ്രമോദി മാറ്റുന്ന സംഭവമാണ് ഈ 2 മൗനങ്ങളും. ഒന്ന് മണിപ്പൂരിലെ മൗനം, രണ്ടാമത്തത് ഈ അയോധ്യ മൗനം. അയോധ്യ മൗനം എന്ന് പറയുന്നതിന് വലിയ വില യഥാർത്ഥത്തിൽ BJP കൊടുക്കേണ്ടി വരും. കാരണം എന്താണ്? അയോധ്യ വെച്ച് കളിച്ചാണ് അവർ അധികാരം പിടിച്ചത്. ആ അയോധ്യയെ കൊള്ള ചെയ്യുമ്പോൾ അത് ഇവരുടെ അധികാരത്തെ തന്നെ ശിഥിലമാക്കുന്ന പ്രക്രിയയായിട്ട് മാറിത്തീരാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത് മതവിശ്വാസത്തിന് നേരെയുള്ളൊരു കടന്നാക്രമണമാണ് മോദിയുടെ ഈ മൗനം എന്ന് പറയുന്നത്.
അല്ലെ, മതവിശ്വാസം എന്ന് പറയുന്നത് കടന്നാക്രമിക്കപ്പെടേണ്ടതാണ് എന്ന് കരുതുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെടേണ്ടതാണെന്ന് കരുതുന്ന സമയത്തായിരിക്കും ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെയുള്ള കമ്മിറ്റികളുടെ മേധാവിത്വത്തിൽ കൊണ്ടുവരുന്നിരുത്തുകയുള്ളൂ എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അല്ല ഇപ്പം അല്ലെങ്കിൽ ഞാൻ ചോദിക്കത്ത് ഇത് കുറേ നാളായിട്ട് ഈ കളവ് നടക്കുന്നതാ. കളവ് ഇപ്പോൾ പുറത്തു വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അയ്യപ്പൻ്റെ സ്ഥിതി അത് തന്നെയല്ലേ. അയ്യപ്പനെ കക്കാൻ തുടങ്ങിയത് എത്ര കാലമായി? അവസാനം അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സ്ഥിരമായിട്ട് കളവായിരുന്നല്ലേ. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ഇത് കൂട്ട് സംഘമാണ്. അധികാരത്തിലിരിക്കുന്ന ഈ സംഘങ്ങൾ കൂട്ടായിട്ട് കട്ടുതിന്നാൽ പെട്ടെന്നൊന്നും അറിയില്ല. നോക്ക്, CCTV കൃത്യമായിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫുട്ടേജ് ഉണ്ട്. ഇപ്പോൾ ഈ നിർഭേന്ദ്ര മിശ്ര എന്ന IAS ഓഫീസർ നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെയാണ് ഈ അയോധ്യ ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ചുമതലയേൽപ്പിച്ചത്. അതിന് ചെയർമാനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹം ഈ സ്ഥലത്ത് വന്ന് അന്വേഷിച്ച സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത് മുഴുവൻ കട്ടുമുടിച്ച് തകർത്ത BJP RSSന് ഈ ഒരു വിഷയം എന്ന് പറയുന്നത് ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രത്യാഘാതമാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. കാരണം അവരുടെ ഒരു മോറൽ ഹൈ ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ധാർമ്മികപരമായിട്ടുള്ള ഒരു ഉന്നത സ്ഥാനം എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു, അതൊക്കെ നഷ്ടമായിരിക്കുകയാണ്. കാരണം ഈ ഒരു കൾച്ചറൽ നാഷണലിസം, ഒരു സാംസ്കാരിക ദേശീയതയുടെയൊക്കെ ഒരു പ്രധാന പോയിന്റാണ് ഈ രാമൻ അല്ലെങ്കിൽ അയോധ്യ എന്ന് പറയുന്നത്. അത് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ വിജയിച്ചു. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പരാജയം സംഭവിച്ചു. പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള മൗനം, ന്യായീകരണങ്ങളൊക്കെ ചമയ്ക്കാനായിട്ട് പലരും രംഗത്ത് വരുമ്പോൾ അല്ല, ഇത് വലിയ തരത്തിൽ അവരുടെ ഒരു റിലീജിയസ് ക്യാപിറ്റലിനെ തകർക്കുന്നൊരു സംഭവമായിട്ട് മാറും. ഞാനൊരു റിലീജിയസ് ക്യാപിറ്റലായിട്ട് തന്നെ കണക്കാക്കാം. മതപരമായൊരു മൂലധനമാണ്, മതമൂലധനമാണ്. ആ മതവിശ്വാസത്തെ, അതിൻ്റെ മൂലധനത്തെയും ഒക്കെ തകർക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുക. RSS അഴിമതിക്കാരും കള്ളന്മാരുമാണ് എന്ന് സാധാരണ പറയാറില്ല. അത് അവരുടെ ഒരു ക്രെഡിബിലിറ്റിയാണ്. ആ ക്രെഡിബിലിറ്റി ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതെ, കാരണം രാമക്ഷേത്രം കൊള്ളയടിക്കപ്പെട്ടാൽ എന്തുട്ട് RSS പിന്നെ ഇവിടെ ഉള്ളത്? ഈ RSSന്റെ സംരക്ഷണത്തിലല്ലേ ഇത് മുഴുവൻ നിലനിന്നിരുന്നത്. അപ്പൊ RSSന് അപ്പൊ അത്രയും ശക്തിയില്ലേ? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. രാമന്റെ കിട്ടിയ സംഭാവന, സ്വർണം, വെള്ളി പോലും കട്ടെടുക്കാനായിട്ട് അതിന്റെ ഉള്ളില് ആളുകൾ ഉള്ളപ്പോ പിന്നെ മാഷിപ്പം ചോദിച്ച പോലെ പിന്നെ എന്തുകൊണ്ടാണ് ഈ RSS എന്ന് പറയുന്നത്? അല്ല, ഇവര് ഇപ്പൊ പലപ്പോഴും പറയുന്നത് ജൻസി സമരം വരും. അതൊന്നും ഇന്ത്യയിൽ നടക്കില്ല, കാരണം ഇവിടെ RSS ഉണ്ടെന്നാണ്. രാമക്ഷേത്രം കൊള്ളയടിക്കില്ല, കാരണം ഇവിടെ RSS ഉണ്ടെന്നാണ്. കൊള്ളയടിച്ച് അതിൻ്റെ ആപ്പീസ് കൂട്ടിച്ച് കഴിഞ്ഞ് RSS എവിടെ എന്നാണ് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഈ കൊള്ളക്കാരായിട്ടുള്ള ആളുകൾ എപ്പോഴും ഭരണകൂടങ്ങൾക്കൊപ്പം ഉണ്ടാകും. ഭരണകൂടങ്ങൾക്കൊപ്പം ഉണ്ടാകുകയും അവരാണ് ഭരണത്തിൻ്റെ കൈകാര്യക്കാരായി മാറുകയും ചെയ്യും. പാർട്ടികൾക്ക് മാറ്റം ഉണ്ടാകും. CPM നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശബരിമല കൊള്ളയുമായിട്ടും മറ്റു പല അഴിമതിയുമായിട്ടും ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ കാര്യമാണ്. കാരണം ഇവരൊക്കെ അധികാരത്തിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും? എല്ലാ റിയൽ എസ്റ്റേറ്റ് മാഫിയകളും കള്ളന്മാരും ഒക്കെ ഈ ഓഫീസിൽ ഇടിച്ചു കയറും. എന്നിട്ട് അവരുടെ കയ്യിലേക്ക് ഈ സംവിധാനങ്ങളൊക്കെ കൊണ്ടുവരികയും അവരായിരിക്കും നടത്തിപ്പേരായിട്ട് മാറും. അതുതന്നെയുള്ള അയോധ്യയിൽ നടന്നിരിക്കുന്നത്. അയോധ്യയിൽ അധിക കാലമായില്ല അയോധ്യ ക്ഷേത്രം അല്ലേ പുനഃപ്രതിഷ്ഠയൊക്കെ നടത്തി വലിയ തരത്തിൽ ആഘോഷിച്ച് കഴിഞ്ഞതിന് ശേഷം എത്ര നാളായി? അതൊക്കെ മുമ്പ് ഇത്രയും കോടി രൂപ അവരൊക്കെ മോഷ്ടിച്ചെടുത്തില്ലേ? എന്തൊരു ഭയങ്കരമായ ചതിയാണ് അവർ ഈ പ്രസ്ഥാനത്തിനോട് തന്നെ ചെയ്യുന്നത്, ജനങ്ങളോട് ചെയ്യുന്നത്. രണ്ടാമത് വിശ്വ ഹിന്ദു പരിഷത്തിനെ നശിപ്പിച്ചില്ലേ? RSSനെ ഒന്നിനും കൊള്ളാത്ത സംഘടനയായിട്ട് വ്യാഖ്യാനിക്കാനുള്ള അവസരം ഉണ്ടാക്കിയില്ലേ? എന്തെന്നാണ് ഇവർ? എന്ത് സംഘപരിവാർ എന്ന് പറയുന്നത്? കൊള്ളയടിക്കുന്ന സംഘപരിവാർ. അല്ല, ഇവർക്ക് ഇപ്പം ഭയങ്കര ശക്തി ഉണ്ടെന്ന് പറഞ്ഞാൽ ശക്തി ഇല്ലേ? ഇപ്പോൾ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നോക്കൂ, രാമൻ്റെ സ്വർണം കക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അയ്യപ്പൻ്റെ സ്വർണം കക്കുന്നതിനാണോ പാട്? അല്ലെങ്കിൽ ഇവിടെയുള്ള കുഞ്ഞു ക്ഷേത്രമൊക്കെ ഇത് കക്കുന്നതിനാണോ പാട്? രാമനെ കെട്ടാൽ പിന്നെ ആരെയും കക്കാം അറിയുമ്പോൾ. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ മതപ്രതീകമായി മാറിയാണ് രാമൻ. ആ രാമനെ കെട്ടാൽ പിന്നെ ആരെ കക്കണേന് എന്താ കുഴപ്പം? ഏത് ക്ഷേത്രത്തിലും മോഷണം നടക്കും. മോഷണം എന്ന് പറയുന്നത് എന്താ നമ്മൾ പറയണം, അധികാരത്തിൻ്റെ ഭാഗമായിട്ട് അധികാരത്തിനൊപ്പം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. മോഷണമല്ല, കളവ്, കൊള്ള, അഴിമതി എന്നൊക്കെ പറയും.
അത് ഇവരുടെ കൂടെ നടക്കുകയാണ്. നാണമുണ്ടെങ്കിൽ ഇവർക്ക് ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഈ നമ്മൾ പറയാറുണ്ട് മോദിക്ക് എന്ത് 65 ഇഞ്ച് നെഞ്ച് വരും, അപ്പം അത് 35 ചുരുങ്ങിയിരിക്കുകയാണ്, വീർക്കണില്ല. അതാണ് മൗനിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വീർക്കും. ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് പിണറായി വിജയനെതിരെ സ്വർണ്ണക്കൊള്ള കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ നെഞ്ച് 65 അതിനേക്കാൾ വലുതായി വികസിച്ചു എന്നാണ് ഞാൻ കണക്ക്. ഇപ്പം എന്താ ചുളുങ്ങിപ്പോയതും എന്നത്. എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സ്ഥാപകനായിട്ടുള്ള അഭിജിത്ത് ദീപ്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കാൻ മോദിക്ക് പറ്റിയിട്ടില്ലെങ്കിൽ എന്താണ്, ഒരു കഴിവുമില്ലാത്തൊരു പ്രധാനമന്ത്രി എന്ന നിലയിൽ താങ്കൾ അറിയപ്പെടും എന്നുള്ളതാണ്. അതുപോലെ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്തിനാണ് രാജിവെപ്പിക്കാതിരിക്കുന്നത്? നീറ്റ് പരീക്ഷയിൽ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള പലവട്ടമായിട്ട് നടന്ന് ഇന്ത്യയിൽ നിരവധി വിദ്യാർത്ഥികൾ അവരുടെ ഭാവി തന്നെ അപകടത്തിലാക്കി നിരവധിയൊരു ആത്മഹത്യ ചെയ്തു. അതിനൊക്കെ കാരണക്കാരനായ അയാളെ എന്തിനാണ് ഇയാൾ ചുമക്കണം, നരേന്ദ്രമോദി ചുമക്കണം എനിക്ക് മനസ്സിലായി. എന്ത് കാര്യം? അപ്പോൾ ഇങ്ങനെ ഒരു അഴിമതിക്കാരനായ മന്ത്രിയെ ചുമക്കുന്നു, അഴിമതിക്കാരായിട്ടുള്ള വിശ്വ ഹിന്ദു പരിഷത്തുകാരെ ചുമക്കുന്നു. എന്താണ് നരേന്ദ്രമോദി അത്? ജനം ചോദിക്കുകയാണ്. ജനത്തിന് ഇങ്ങനെയാണ് കുറേശ്ശെ അതായത് മോദിയുടെ യഥാർത്ഥ മുഖം പുറത്തു വരുന്നു എന്നാണോ മാഷ് പറയുന്നത്? അല്ല, ഇതൊക്കെ ഇവരുടെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. ചില സമയത്തൊക്കെ വേറെ ചില മുഖം ജ്വലിച്ചു നിൽക്കും. ഇപ്പോൾ ഈ കപടമുഖമാണ് ജ്വലിച്ചു വരുന്നത്. എന്തായാലും ഈ ഒരു മോഷണത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും പ്രധാനമന്ത്രിക്കും ഒരിക്കലും കൈ കഴുകി മാറി നിൽക്കാൻ പറ്റില്ല. പറഞ്ഞേ പറ്റുള്ളൂ. കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരാണ് ഇത് ഉണ്ടാക്കിയത്, ഇവരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. ഇവിടെ കൊള്ള നടന്നു കഴിഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് പിലാത്തോസിനെ പോലെ കൈ എഴുതാനായിട്ട് പറ്റാത്ത അവസ്ഥയിലാണ് നരേന്ദ്രമോദി.